എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലക്കി ഭാസ്കർ. ലക്കി ഭാസ്കറിന്റെ ഒഫീഷ്യൽ ടീസർ ഇന്ന് എപ്പോഴാണ് വന്ന് 4/2 4/7 4/7 പറഞ്ഞ ടൈം. 4/6 ടൈം ശരി കേട്ടോ. 4/7 4/6. എന്തായാലും സംഭവം വന്നിട്ടുണ്ട്. നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ കുറച്ച് വൈകി. നമുക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഇതിന് കോപ്പിറൈറ്റ് ഉണ്ട്. പ്രതീക്ഷിച്ചതാ, അതേപോലെ തന്നെ കിട്ടി. അപ്പോൾ വീണ്ടും ചെയ്യണം. അപ്പം കോപ്പിറൈറ്റ് മാറ്റി ഇപ്പൊ ചെയ്യല്. അത് ഇനി എത്ര കട്ട് ചെയ്താലും കോപ്പിറൈറ്റ് ഉണ്ടാവും. അപ്പോൾ അതിന്റെ റിവ്യൂ പോലെ ഞങ്ങൾ കണ്ടതിനെ കുറിച്ച് പറയാൻ പോവാണ്. എന്തായാലും ഇന്നലെ ഇതിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ എങ്ങോട്ടോ മുകളിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു പോസ്റ്റർ ആയിരുന്നു അത്. സംഭവം ബാങ്കിലേക്കാണെന്ന് തോന്നുന്നു. ബാങ്കിന്റെ പടി കയറിയിട്ടാണല്ലോ ബാങ്കിലേക്ക് പോകേണ്ടത്. ബാങ്കിന്റെ തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ട് തന്നെയാണ് ടീച്ചറിൽ കാണിക്കുന്നുണ്ട്. ആള് ബാങ്കിലെ ജോലിക്കാരനാണ്, ഒരു സാധാരണക്കാരൻ. അപ്പോൾ ലക്കി ഭാസ്കറിന്റെ ഒഫീഷ്യൽ ടീച്ചറിൽ ഞങ്ങൾ കണ്ട കാഴ്ച, അതായത് ഇതിന്റെ എല്ലാം വേറെ ലെവലാ. നല്ല കിഡിലൻ സിനിമാറ്റോഗ്രാഫിയാണ്, നല്ല സെറ്റാണ്. ഏറ്റവും കൂടുതൽ അടിപൊളി സെറ്റാണ്. BGM അതെ, നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. കുറച്ച് കാലം പഴക്കമുള്ള ഒരു കഥയാണ്. അത് നമ്മുടെ ഇന്ത്യൻ രൂപയൊക്കെ പഴയ നോട്ടുകളാണ്. അപ്പോൾ ഏതാണ്ട് കുറച്ച് പഴയ കാലഘട്ടമാണ്. ആ കാലഘട്ടം ചെറിയൊരു ഷോട്ടിലല്ല, ഏതെങ്കിലും ഒരു സ്ഥലത്തല്ല ഷോട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ലോങ് ഷോട്ട് ക്യാമറ അങ്ങനെ പോകുന്നുണ്ട്. ആ സമയത്ത് ആ മൊത്തം സെറ്റും പഴയ രീതിയിൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന ബാങ്കിന്റെ സെറ്റപ്പുകൾ, ലോക്കറിന്റെ സെറ്റപ്പുകൾ, അതിനകത്ത് മറ്റേ എന്താ പറയാ കോയിൻ, അതായത് ബാങ്കില് പൈസ മേടിക്കാൻ വരുന്നവർക്ക് കളക്ട് ചെയ്യാൻ കൊടുക്കുന്ന കോയിൻ വരെ അത് ശരിക്കും ആ ഒരു പഴയ കാലഘട്ടത്തിൽ എന്താണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ തന്നെയാണ്. പക്ഷെ എഴുതി കാണിക്കുന്നതിൽ രൂപ എന്നുള്ളതിന്റെ സംഭവം ഉണ്ടല്ലോ, അത് പുതിയതാ. അതെന്താ? അതിപ്പോ അങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ രൂപ എന്നുള്ളത്. അതുകൊണ്ടാണ്. അതായത് പഴയ കാലഘട്ടത്തിന്റെ കഥ ഈ ഒരു എംബ്ലം പുതിയ രീതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാവുമല്ലേ? ട്വിസ്റ്റിന്റെ അല്ല, അത് എനിക്ക് തോന്നുന്നു നിയമപരമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടാവേണ്ടതാണ് ശരിക്കും. അതായത് അത് ഗവൺമെന്റ് സാധനമല്ലേ? അല്ല, അത് വിഷയം വരുന്നില്ല. അതായത് ലക്കി ഭാസ്കർ എന്നുള്ളതിന്റെ 6 അത് ഈ രൂപന്റെ ആ 6 ആ രീതിയിൽ കൊടുത്തു. അത് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അപ്പൊ ആ ഒരു സാധനം അതിൽ വരണമെങ്കിൽ പുതിയ രീതിയിലേക്ക് അത് വരുന്നുണ്ടോ കഥ? അറിയത്തില്ല. അത് കൊണ്ടൊന്നും ഒട്ടും തോന്നുന്നില്ല. ടീച്ചറിലൊന്നും അങ്ങനത്തെ ഒരു സാധനം തന്നെ കാണിക്കുന്നില്ല. അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ആളുടെ കഴിവ് കൊണ്ട്, ആളുടെ ലക്കും കൊണ്ടും ആള് കോടീശ്വരനായി മാറുന്ന സംഭവം. 2 സാധനം വേണം. ഒന്ന് ലക്ക് വേണം, ഒന്ന് കഴിവും വേണം. ഇത് രണ്ടും ആൾക്ക് ഉണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം ആള് ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഓർഡിനറി മാനാണ്, ഒരു ഫാമിലി മാനാണ്, സാധാരണക്കാരൻ. പക്ഷെ ഇപ്പൊ ഒരു ജെറ്റ് അങ്ങ് പോയി. അപ്പോൾ ഈ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ, ഒരു ബാങ്കിലെ ജോലിക്കാരൻ, പക്ഷെ ആളുടെ അക്കൗണ്ടിൽ കോടികളാണ്. അത് എല്ലാവരും ഞെട്ടിക്കുന്നു. അതിന്റെ ഒരു അന്വേഷണം പോലെയാണ്. അതിന്റെ ആ ഒരു രീതിയിലുള്ള സാധനം തന്നെയാണെന്ന് തോന്നുന്നു. അതായത് അതെങ്ങനെ വന്നു എന്ന് അന്വേഷിക്കുന്നതാണ് തോന്നുന്നു. അന്വേഷണം വരും. അതെ, സാധാരണ നമ്മള് ഇങ്ങോട്ട് വരവിനനുസരിച്ച് അതിനേക്കാൾ കൂടുതൽ ക്യാഷ് എങ്ങനെ വന്നു എന്നുള്ളത് അറിയണമല്ലോ. തീർച്ചയായിട്ടും. എന്താ ലക്കി ഭാസ്കർ എന്നുള്ള പേര് കാരണം ഈ ലക്കി എന്നുള്ളത് നമുക്ക് കാര്യം മനസ്സിലാക്കാം. അത് ലക്ക് തന്നെയാണ്. അതിനകത്ത് പിന്നെ ആ ടീച്ചറിൽ പറയുന്ന ഒരു സംഭവമുണ്ട്, ഒരു പന്തയത്തിനെ കുറിച്ച് പറയുന്ന ഒരു സംഭവം. ഒരു ഡൗട്ട് നമുക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം ഈ പന്തയം വെച്ചിട്ട് ചൂതാട്ടം പോലെ പൈസ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണോ എന്നൊരു സംശയമുണ്ട്. അതായത് പൈസ ഇരട്ടിപ്പിക്കുന്നതിന്റെ പരിപാടിയാണോ? അതെ. ഇനി അതിന്റെ ഒരു പരിപാടി ആൾക്ക് ഉണ്ടാവാം. പക്ഷെ അതുകൊണ്ടൊന്നും ചിലപ്പോ എല്ലാവർക്കും അങ്ങനെ ആവാൻ പറ്റില്ല. പക്ഷെ ഇനി വല്ല ഹീസ്റ്റ് പരിപാടി എന്തെങ്കിലും ഉണ്ടോ? ഹൈസ്റ്റ് എന്ന് പറയാനില്ല, ഹൈസ്റ്റ് എന്ന് പറയണം. ഹൈസ്റ്റ് പരിപാടി എന്തെങ്കിലും ഉണ്ടോ? അതും അറിയില്ല കേട്ടോ. ആള് സംഭവം നോർമൽ ഒരു മനുഷ്യനാണ്. ആള് പറയുന്നുണ്ട് അതിനകത്ത് ഓരോ രൂപയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടാണ് ഞങ്ങളെ പോലെയുള്ള നോർമലായിട്ടുള്ള ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കുന്നതിനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനുശേഷമാണ് പറയുന്നത് ഇങ്ങനെ സാധാരണക്കാരനായ ഒരാളുടെ അക്കൗണ്ടിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ, നോർമൽ ഒരു മനുഷ്യൻ, അയാളുടെ അക്കൗണ്ടിൽ ഇതിന് മാത്രം പൈസ എങ്ങനെ വന്നു? അതൊരു ചോദ്യം തന്നെയാണ്. അതാണ് ഇൻട്രസ്റ്റിംഗ് ആണ്. അതിന്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നു. ആൾക്കൊരു കൂസലുമില്ല. ആളുടെ മുമ്പിലിരിക്കുന്നത് കൂളായിട്ടാണ്. മാത്രമല്ല ഭയങ്കര ബ്ലഡി കോൺഫിഡൻസ് ഭയങ്കര തുടങ്ങല്ലേ ഗെയിം എന്നൊക്കെ ചോദിച്ചിട്ടാണ് അതിന്റെ എൻഡിൽ വരുന്ന സാധനം. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് നല്ല രസകരമായിട്ടുള്ള ഒരു സിനിമ, ഒരു ത്രില്ലർ സിനിമ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നു, പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതൊക്കെ എടുത്തു പറയുമ്പോഴും ഒരു കാര്യം നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല, മലയാളം ഡബ്ഡ്
ഡബിങ് വേർഷൻ. അതായത് ഇത് മലയാളത്തിൽ, തെലുങ്കിൽ, തമിഴിൽ, ഹിന്ദിയിൽ, അതിൽ മലയാളം ഡബിങ്ങിൽ അതായത് ദുൽഖറിൻ്റെ ലിപ്പ് കറക്റ്റായിട്ട് വന്നില്ല. ആൾ തന്നെയാണ് ഇത് സൗണ്ട് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഷൂട്ടിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ ശരിയായ രീതിയിൽ. സെറ്റായി വരുന്നുണ്ടാവുള്ളൂ. ജസ്റ്റ് ഒരു ടീസറിന് വേണ്ടി ചെയ്തതായിരിക്കാം. അതുകൊണ്ടായിരിക്കും എഡിറ്റിംഗ് കറക്റ്റ് ആക്കി വരുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടും ഒരു സുഖമില്ലാത്ത പോലെ ഫീൽ ചെയ്യും. അതായത് ആ ലിപ്പ് പ്രശ്നമില്ലാതുകൊണ്ട്. അതായത് പ്രത്യേകിച്ച് ആളുടെ ഇൻഡസ്ട്രി, മെയിൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളമാണല്ലോ. തീർച്ചയായിട്ടും അതിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. നോക്കിക്കോ, തിരിച്ചു വരാനുള്ള സമയമായിട്ടോ. അവിടെ ചെറുക്കന്മാര് കേറി മേഞ്ഞോണ്ടിരിക്കുകയാണ്. വെറുതെ എവിടെയെങ്കിലും ഒക്കെ പോയി കിടന്നിട്ട് ഒരു സൈഡാവാൻ നിക്കണ്ട. ഉള്ള കാര്യം പറയാലോ. എന്തായാലും സിനിമ സംവിധാനം ചെയ്യുന്നത് വെങ്കി അട്ലൂരിയാണ്. ആളിത് തെലുങ്കിലും തമിഴിലുമായിട്ടാണ് ഇറക്കുന്നത്. അപ്പോൾ ഹിന്ദി മലയാളവും ഉണ്ടാവും, ഡബ്ബഡായിട്ട് തന്നെ ആയിരിക്കും വരിക. അപ്പോൾ അങ്ങനെ അല്ലാതെ മലയാളം അതുപോലെ തന്നെ ഇറക്കി കഴിഞ്ഞാൽ നല്ലതാണ്. സിമ്പിളായിട്ട് ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നല്ലത്. ദുൽഖറിന്റെ ഇൻഡസ്ട്രി മലയാളം ഇൻഡസ്ട്രിയാണ്. അപ്പൊ മലയാളത്തിലെ ആൾക്കുള്ള ഫാൻസും ഭയങ്കരമാണ്. അപ്പം അതിനനുസരിച്ച് മലയാളത്തിൽ തന്നെ ചെയ്തു പോരുവാണെങ്കിൽ അത് സുഖമുള്ള പരിപാടിയാണ്. ഇതിനേക്കാളും അടിപൊളിയായിരിക്കും ചെയ്യും. ഇപ്പൊ ബൈലിംഗൽ മൂവി ആയിട്ടാണ്, അതായത് തമിഴ് തെലുങ്കായിട്ടാണല്ലോ ചെയ്യുന്നത്. അതുപോലെ അതിൽ മലയാളം കൂടി ഉൾപ്പെടുത്തിയാൽ ഡബ്ബഡ് ആക്കാതെ അപ്പോൾ അത് പക്ക ലിപ്പിലൊക്കെ കറക്റ്റ് വരും. അല്ലെങ്കിൽ അതൊരു ഡബ്ബഡ് സിനിമ എന്നുള്ള രീതിയിൽ അതിനെ സമീപിക്കുന്നുണ്ട് മലയാളികൾ. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് സീതാരാമം. സീതാരാമം അത്രയും നല്ല മികച്ച അഭിപ്രായം കിട്ടിയിട്ടും അതിന് കേരളത്തിൽ നിന്ന് കിട്ടിയ കളക്ഷൻ വെറുതെ ഏറ്റവും മോശപ്പെട്ട ഒരു സിനിമയാണ് കിങ് ഓഫ് കൊത്ത. അതിന് കിട്ടിയ കളക്ഷൻ എത്രയാണ്? അപ്പോൾ ആ ഒരു ഇത് ഇല്ലാതാവേണ്ട കാര്യം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറയാം, അല്ലെങ്കിൽ തെലുങ്കും തമിഴും മാത്രം മതി. അതാകുമ്പോ തമിഴ് ഓക്കെ, തമിഴ് സിനിമയാണല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇത് ഇതേ പ്രശ്നം വരും, എന്നാൽ പോലും അത് തമിഴ് ആണല്ലോ എന്നുള്ളൊരു സാധനം നമുക്കുള്ളിൽ വരും. ഇതിപ്പോ എന്താ വെച്ചാൽ മലയാളത്തിൽ ഇവർ ചെയ്യുകയും ചെയ്തു. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ ഒരു ഡൗട്ടൊക്കെ വന്നിട്ടുള്ളത്. പക്ഷെ ടീസർ ക്വാളിറ്റി ആയിട്ടാണ് എല്ലാം കൊണ്ടും. അതൊരു സത്യം, വേറെ ലെവലാണ്. സിനിമാറ്റോഗ്രാഫി ആയാലും BGM ആയാലും ആളുടെ ക്യാരക്ടർ ലുക്കാണെങ്കിലും ലുക്കൊക്കെ അടിപൊളി ലുക്കാ. ആ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ പോലെ തന്നെ സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും എന്താ പറയാ, റിവ്യൂ ആയിട്ട് വരാൻ പറ്റി, അതാണ് വലിയൊരു ഭാഗ്യം. റിയാക്ഷൻ ചെയ്യാൻ പറ്റിയില്ല, റിവ്യൂ ആയിട്ട് വരാൻ പറ്റി. വല്ലാത്തൊരു കഷ്ടം തന്നെ, കാരണം കാത്തിരുന്നൊരു സാധനമാണ്. അതെ, അത് ശരിക്കും എന്താണെങ്കിലും നല്ല സിനിമയാവട്ടെ. സിനിമ ഇതുവരെ തീർന്നിട്ടില്ല, ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പം അടുത്ത ഇനി വരുമ്പം അല്ലെങ്കിൽ ട്രെയിലറൊക്കെ വരുമ്പോൾ ഗംഭീരമായിരിക്കും എന്ന് വിചാരിക്കാം. അപ്പം എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.